ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കേനിക്സ്. അപ്പൊ നമ്മുടെ എക്സാംസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണോ എന്നറിയില്ല. ടെൻഷനൊന്നും ഇല്ലാണ്ട് നിങ്ങൾ മാക്സിമം ഫ്രീ ആയിട്ട് എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ബയോളജിയും കുറച്ച് സബ്ജക്ട്സ് ഒക്കെ ബാക്കിയുള്ളൂ. പിന്നെ നമുക്ക് ഒത്തിരി ഗ്യാപ്പ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ അല്ലെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മടുപ്പിക്കുന്നില്ല എക്സാം. പക്ഷേ മീൻസ് ഗ്യാപ്പ് വന്നാലും ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ പഠിക്കാൻ കുറച്ച് ഉഴപ്പൊക്കെ കാണിക്കും. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം നമുക്ക് ഈ അഡ്മിഷന്റെ ടൈമിലാണ് ഈ എക്സാംസിന്റെ ഓരോ മാർക്കിന്റെ ഒരു വില അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവുക. ഒരു 0.5 ഓരോ റാങ്ക് ഒക്കെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ അന്ന് ഭയങ്കര സങ്കടപ്പെടുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ മാക്സിമം എഫേർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് നമ്മൾ കുറച്ചുകൂടെ സേഫ് സോണിലേക്ക് എത്തും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ഇപ്പൊ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാംസ് ഒക്കെ എഴുതാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. അതായത് 23, 24, 25 ഈ 3 വർഷങ്ങളിലായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്യാം. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ PYQs അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിസ് എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങൾ PYQs മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി +1 അടുത്ത വർഷം നമ്മുടെ +2 എന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയൊരു ഇത് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, മീൻസ് ഏറ്റവും നല്ല ടീച്ചേഴ്സിന്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് എന്താണ് +2ന്റെ ട്യൂഷനും അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നീറ്റും ജെയിൻ്റെ കോച്ചിങ്ങും പാരലായിട്ട് അവൈലബിൾ ആണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കോൺടാക്ട് നമ്പർ കാണാൻ സാധിക്കുന്നുണ്ടാവും. മീൻസ് ഇപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കോൺടാക്ട് നമ്പർ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ, ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. അടുത്ത വർഷത്തേക്ക് ക്ലാസ്സസ് ഒക്കെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് വേഗത്തിൽ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. 3 വർഷത്തെയാണ് മിസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. കാരണം അതിന് മുന്നേ പാറ്റേണിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ 3 വർഷത്തെ തന്നെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, അതുപോലെ ഭയങ്കര യൂസ്ഫുള്ളും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Fill in the blank. The algal component in lichen is known as. എന്താണ് ലൈക്കൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിംബയോട്ടിക് അസോസിയേഷൻ ആണ്. അതിൽ ആൽഗൽ കോമ്പോണന്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഫംഗൽ കോമ്പോണന്റും ഉണ്ട്. ഇത് പലപ്പോഴും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് തോന്നിയാലും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ആൽഗൽ കോമ്പോണന്റ് ഏതാണെന്നാണ് കൂടുതലും ചോദിക്കാറ്. അതിന്റെ പേരെന്താണെന്നാണ് ചോദിക്കാറ്. ലൈക്ക് പേര് ഇൻ ദ സെൻസ് അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ഫംഗൽ കോമ്പോണന്റിന്റെ കാര്യം അങ്ങനെ ചോദിക്കാറില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ രണ്ടും പഠിച്ചു വെക്കുക. എന്താണ് ഫംഗൽ കോമ്പോണന്റ് ആണ് നമുക്ക് മൈക്കോബിയൻ ആണെന്ന് അറിയാം. ആൽഗൽ കോമ്പോണന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈക്കോബിയൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. മോണോകോട്ട് സീഡ് കൺസിസ്റ്റ് ഓഫ് 1 large and shield shaped cotyledon. ഇവിടെ കോട്ടിലിഡന്റെ സ്പെല്ലിങ്ങിൽ ഒരു എറർ ഉണ്ട്. നമുക്കറിയാം ഈ ആണ് കേട്ടോ, ഐ അല്ല. ഇറ്റ്സ് നോൺ ആസ്. ഓക്കെ, എന്താണ് ആ ഒരു മോണോകോട്ട് സീഡിന്റെ ആ സിംഗിൾ ആ ഒരു കോട്ടിലിഡനെ നമ്മൾ വിളിക്കുന്ന പേര്? അതും സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. എന്താണ് അതിന്റെ പേര്? യെസ്, വി നോ ഇറ്റ് ഇസ് സ്ക്യൂട്ടലം. ഓക്കെ, അപ്പൊ ആ ഒരു സിംഗിൾ കോട്ടിലിഡനെ നമ്മൾ സ്ക്യൂട്ടലം എന്നാണ് വിളിക്കുന്നത്. ഇതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. 1 മാർക്ക് നിങ്ങൾ അങ്ങനെ തന്നെ സ്കോർ ചെയ്യണം കേട്ടോ മക്കളെ. ഇനി നെയിം ദ ടൈപ്പ് ഓഫ് വാസ്കുലാർ ബണ്ടിൽ ഇൻ ദ ഫിഗർ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്താണ് നമ്മുടെ സൈലം അതുപോലെ തന്നെ ഫ്ലോയം അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം അല്ലെ. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. സൈലം ഇവിടെ കാണാം, സൈലം എസൻസും അതിന്റെ ഇടയിൽ എന്താണ് നമുക്ക് ഫ്ലോയവും കാണാം. ഒന്നിടവിട്ട് ഒന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, റേഡിയലി അറേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ വാസ്കുലാർ ബണ്ടിൽ ഏതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏതാണ്, റേഡിയൽ ആണ്. ഓക്കെ, അപ്പൊ ഈ വാസ്കുലാർ ബണ്ടിൽസ് ഒക്കെ ഇതേപോലെ പിക്ചർ വൈസ് നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഇപ്പം റേഡിയൽ ആണെങ്കിലും കൺജോയിന്റ് കൊളാറ്റർ എല്ലാ ഡിഫറൻസും ആ കാര്യങ്ങളും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ മോണോകോട്ടിലും ഡൈക്കോട്ടിലുള്ള ഡിഫറൻസസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അത് ഇതേപോലെ നിങ്ങളോട് ചിലപ്പം സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് പിക്ചറും നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത വർഷം നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽസിനും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, വിച്ച് ഓഫ് ദീസ് സെൽ ഓർഗനൽസ് ഇസ് നോട്ട് കവേർഡ് ബൈ എ മെംബ്രെയിൻ. ഓക്കെ, അപ്പൊ മെംബ്രെയിൻ ഇല്ലാത്ത ആ ഒരു പെർട്ടിക്കുലർ സെൽ ഓർഗനൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഗോൾജി ബോഡീസ്, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, റൈബോസോംസ് ആൻഡ് വാക്യൂൾസ്. ഓക്കെ, അപ്പൊ അതില് ഈ
റൈബോസോംസ് ആണ് നമുക്ക് പ്രോക്യാരിയോട്ടിക് സെല്ലിലും അതുപോലെ തന്നെ ഏതിലും കാണുന്നത്, പ്രോക്യാരിയോട്ടിക് സെല്ലിലും കാണാം, അതുപോലെ തന്നെ യൂക്യാരിയോട്ടിക് സെൽസിലും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം മെംബ്രെയിനിയസ് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒന്നും നമ്മുടെ പ്രോക്യാരിയോട്ടിക് സെൽസിൽ കാണാൻ സാധിക്കില്ല. അപ്പൊ ഇത് രണ്ടിലും കാണുന്ന ആള് നമ്മുടെ റൈബോസോം ആണ്. അപ്പൊ ഈ റൈബോസോംസിനാണ് ആക്ച്വലി ഒരു എക്സ്ട്രാ മെംബ്രെയിൻ കവറിങ് ഇല്ലാത്തത്. ഓക്കെ, ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൂടാണ്ട് പ്രോക്യാരിയോട്സിലും യൂക്യാരിയോട്സിലും ഒരേപോലെ കാണപ്പെടുന്ന ഒരു സെൽ ഓർഗനൽ ഏതാണെന്നും ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blank. The site of dark reaction in photosynthesis is dash part of the chloroplast. ഓക്കെ, അപ്പൊ ഡാർക്ക് റിയാക്ഷൻ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? യെസ്, നമ്മുടെ സ്ട്രോമയിൽ വെച്ചിട്ടാണ് നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഇതൊക്കെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ വർഷവും നിങ്ങളോട് ചോദിക്കാറുള്ളത്. ഇപ്പൊ കമ്പാരിറ്റീവ്ലി ബോട്ടണി കുറച്ചും കൂടി ഈസിയർ ആയിട്ട് വരാറുണ്ട് ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് അറിയാം. പിന്നെ കുറെ പോർഷൻസ് ഡിലീറ്റഡ് ആക്കി. പക്ഷെ അതേ സമയത്ത് സുവോളജി ആണ് കുറച്ചും കൂടി ടഫായിട്ട് പഠിക്കാനുള്ളതും, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ടഫായിട്ടുള്ളത് അത്ര ടഫ് അല്ല, ബട്ട് ഒരു മോഡറേറ്റ് രീതിയിൽ വരാറുള്ളത്. ഓക്കെ, യെസ്, ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ RQ അതെന്താണ്, നമ്മുടെ റെസ്പിറേറ്ററി കോഷ്യന്റ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, അപ്പൊ ഈ റെസ്പിറേറ്ററി കോഷ്യന്റ് നിങ്ങളോട് ഡെഫിനിഷൻ ആയിട്ടും ചോദിക്കാറുണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ RQ വാല്യൂ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഇസ് 1. ഓക്കെ, അപ്പൊ എല്ലാത്തിന്റെ ആ ഒരു റെസ്പിറേറ്ററി കോഷ്യന്റ്, ആ ഒരു കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ആ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അത്രയും ആണ് നമ്മളോട് 2025 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് 2023 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം. ഫൈൻ, യെസ്. അപ്പൊ ഇങ്ങനെ എല്ലാവരും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ലൈവ് അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും പിന്നെ ഇന്ററാക്ഷൻസും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ +2ലേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ എല്ലാം ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ബെസ്റ്റ് ടീച്ചേഴ്സ് തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. ഓക്കെ, അപ്പൊ അതിനായിട്ട് നിങ്ങളൊന്ന് കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് കാണാം, ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ചെറിയ എമൗണ്ടിന് നമുക്ക് ഫുൾ ഇയർ തന്നെ പഠിക്കാം. റൈറ്റ്, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഡയറ്റംസ് ബിലോങ് ടു ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻസ്. ഏതാണ് ഡയറ്റംസ് ബിലോങ് ചെയ്യുന്ന ക്ലാസിഫിക്കേഷൻ? ഡയറ്റംസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡയറ്റമിന്റെ അല്ലാണ്ട് ഡയറ്റമിഷ്യസ് എർത്തിന്റെ റീസൺ, ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഡയറ്റംസ് ഒന്ന് പ്രത്യേകമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, ഏതാണ് ആ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ക്രൈസോഫൈറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഡയറ്റംസ് ബിലോങ് ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് ക്രൈസോഫൈറ്റ്സ് ആണ്. ഓക്കെ, യെസ്. ദ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ പ്രസന്റ് ഇൻ റോഡോഫൈസിയെ. അപ്പൊ എല്ലാത്തിൻ്റെതും ആൽഗയിലും ഓരോന്നിൻ്റെതും ആ സ്റ്റോർഡ് ഫുഡ് എന്താണെന്നുള്ളത്, പിന്നെ അതുപോലെ അതിൽ കാണുന്ന ആ ഒരു പിഗ്മെന്റ് ഏതാണ്, ആ കളറേഷൻ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ പഠിച്ചിരിക്കുക. അപ്പൊ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽ ഏതാണ്? റോഡോഫൈസിയയിലാണെങ്കിൽ ഇറ്റ്സ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ആണ്. ഓക്കെ, യെസ്. വിച്ച് ടൈപ്പ് ഓഫ് വീനേഷൻ ഡു യു ഒബ്സർവ് ഇൻ ഡൈക്കോട്ട് ലീഫ്? ഓക്കെ, മോണോകോട്ട് ലീഫും ഡൈക്കോട്ട് ലീഫും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങളോട് ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്, ബട്ട് സിമ്പിൾ ആണെന്ന് വിചാരിച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചാൽ മാർക്ക് കിട്ടില്ല. നിങ്ങൾ ആ കറക്റ്റ് ടെക്നിക്കൽ ടേംസ് തന്നെ അവിടെ എഴുതേണ്ടതാണ്. അതിലൊരു ടെക്നിക്കൽ ടേം ആണ് നമ്മുടെ ഈ ടൈപ്സ് ഓഫ് വീനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം മോണോകോട്ടിലാണെങ്കിൽ പാരലൽ വീനേഷൻ ആണ് വരുന്നത്. അതേ സമയത്ത് നമ്മുടെ ഡൈക്കോട്ടിൽ കാണപ്പെടുന്ന ആ ഒരു വീനേഷനെ നമ്മൾ റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്നും പറയുന്നു. എന്താണ്? റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്നും വിളിക്കുന്നു, അല്ലെ? ഇങ്ങനെ ക്രോസ് ആയിട്ടുണ്ടാവും. റൈറ്റ്, യെസ്, ഇങ്ങനെ ഉണ്ടാവും. പാരലൽ ആണെങ്കിലോ സ്ട്രെയിറ്റ് ആയിരിക്കും. യെസ്, ഫൈൻ. ഇനി നെയിം ദ സ്റ്റേജ് ഓഫ് മിയോസിസ് ഡ്യൂറിങ് വിച്ച് സിനാപ്റ്റോണിമൽ കോംപ്ലക്സ് ഇസ് ഫോംഡ്. ഓക്കെ, അപ്പൊ ഈ സിനാപ്റ്റോമിനൽ കോംപ്ലക്സ് എവിടെയാണ് ഫോം ചെയ്യുന്നത്, ഏത് സ്റ്റേജിലാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മിയോസിസിന്റെ അതുപോലെ മൈറ്റോസിസ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ ആയിരിക്കും. ഓരോ സ്റ്റേജിലും നടക്കുന്ന ഈവൻറ്റ്സ് നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ മിയോസിസ് ആണ് നമുക്ക് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ളത്. അപ്പൊ മിയോസിസിന്റെ ഓരോ സ്റ്റേജസിൽ നടക്കുന്ന പ്രോഫേസ് 1ഉം മെറ്റാഫേസ് 1 അതിൽ ഓരോന്നും നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് സ്റ്റേജസ് ഉണ്ട്, അല്ലെ? അപ്പൊ അതിലും ഓരോ സ്റ്റേജിലും നടക്കുന്ന ഈവൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിങ്ങനെ തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? നമ്മുടെ സൈഗോട്ടീൻ ആണ്. യെസ്. In the following growth curve, what does the number 2 represent? Okay, അപ്പൊ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഗ്രോത്ത് കർവ് നമുക്കറിയാം സിഗ്മോയിഡ് അല്ലെങ്കിൽ എസ് കർവ് എന്നൊക്കെ നമ്മൾ വിളിക്കും, അല്ലെ? അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഗ്രോത്തിൽ നമുക്കറിയാം ഫസ്റ്റ് ഒരു
ലാഗ് ഫേസ് ഉണ്ടാവും അല്ലേ? ഫസ്റ്റ് നമുക്കറിയാം ലാഗ് ഫേസ് ആണ്. എന്താണ് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ക്ലിയർ ആയി വരുന്ന ആ സമയത്ത്, ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസിലേക്കൊക്കെ ആ വരുന്ന സമയത്താണ് ഈ ലാഗ് ഫേസ് അല്ലേ? അപ്പൊ എല്ലാ റിസോഴ്സസ് ഒക്കെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല, അപ്പൊ ഗ്രോത്ത് കുറച്ച് മെല്ലെ ആയിരിക്കും നടക്കുന്നത്. അതിനെയാണ് നമ്മൾ ലാഗ് ഫേസ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഫേസ് ആണ് നമ്മുടെ ലോഗ് ഫേസ് അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിൽ എന്താണ് ഗ്രോത്ത് മാക്സിമം നടക്കുന്നതാണ്. മാക്സിമം റിസോഴ്സസും മിനറൽസ് ന്യൂട്രിയൻസും ഒക്കെ അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ ആ ഒരു സമയത്ത് എന്താണ് മാക്സിമം ഗ്രോത്ത് നടക്കുന്നു. അതിനെയാണ് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫേസ് അല്ലെങ്കിൽ ലോഗ് ഫേസ് എന്ന് പറയുന്നത്. ഫൈനലി എന്താണ് ഒരു സ്റ്റേഷനറി ഫേസിലേക്ക് വീണ്ടും പോവാണ്, റൈറ്റ്? അതാണ് നമ്മുടെ ഈ ഒരു ഗ്രോത്ത് കർവിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സിഗ്മോയിഡ് കർവ് നിങ്ങളോട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 2 മാർക്കിനും നിങ്ങളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മളോട് ഈ ഒരു 3 വർഷങ്ങളിലായിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസും ആണ്. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ 3 വർഷത്തെ PYQs എല്ലാം നിങ്ങൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഏത് പാർട്ടിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, മീൻസ് ടോപ്പിക് വൈസ് തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെ നിന്നാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വീണ്ടും പഠിക്കേണ്ടത്, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണേലും ക്ലിയർ ആവും. അപ്പോൾ റിവിഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നന്നായിട്ട് പഠിക്കുക. ഇനി അഥവാ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും, എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട. നിങ്ങൾ ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ഐഡിയ കിട്ടും. റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ബൈ ബൈ മക്കളെ, താങ്ക് യു.